ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. മേടക്കൂർ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തികകാല്. തൊഴിൽ രംഗത്ത് നിന്ന് ധനലാഭം ഉണ്ടാകും. വിദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലെത്തും. അവരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. ഇടവക്കൂറ്: കാർത്തിക മുക്കാല്, രോഹിണി, മകീരമര നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് എതിരാളികൾ പ്രത്യക്ഷപ്പെടും. തട്ടിമുട്ടി ജീവിതം മുന്നോട്ട് പോകും. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതീക്ഷിച്ച് ധനലാഭം ഉണ്ടാകുകയില്ല. സാമാന്യേന ആരോഗ്യം തൃപ്തികരം. മിഥുനക്കൂറ്: മകീരര, തിരുവാതിര, പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും. കലാ, കായിക, സിനിമാ രംഗത്തുള്ളവർ ശോഭിക്കും. സന്താനങ്ങൾക്കും ശോഭനമായ കാലമാണിത്. കർക്കിടകക്കൂറ്: പുണർന്നംകാല, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ. സാമൂഹ്യ പ്രവർത്തകർക്ക് ബഹുമതിയും അംഗീകാരവും ലഭിക്കും. സമൂഹത്തിലെ പ്രധാന വ്യക്തികളുമായി ബന്ധം ഉണ്ടാകുവാനും അതുവഴി നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കും. സഹോദരങ്ങൾ സഹായിക്കും. ചിങ്ങക്കൂർ: മകം, പൂരം, ഉത്രംകാൽ നക്ഷത്രങ്ങൾ. കോടതി വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. മികച്ച തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടവും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ലഭിക്കാനും ഈ ആഴ്ച സാധ്യതയുണ്ട്. കന്നിക്കൂറ്: ഉത്തരമുക്കാല, അത്തം, ചിത്തിരാര നക്ഷത്രങ്ങൾ. പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരും. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവവും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കൾ സഹായിക്കും. എന്നാൽ അയൽവക്കക്കാരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തുലാക്കൂറ്: ചിത്ര, അര, ചോതി, വിശാഖ, മുക്കാൽ നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉടലെടുക്കും. എടുത്തുചാട്ടം മൂലം ധനനഷ്ടമോ മാനഹാനിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തുടങ്ങിവെച്ച പ്രവർത്തികൾ ഇടയ്ക്ക് വെച്ച് നിന്നുപോകാനും സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറ്: വിശാഖംകാല, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കും. മനസ്സിൽ വിചാരിച്ച പോലെ പല കാര്യങ്ങളും നടപ്പിലാക്കും. ജോലി സംബന്ധമായി സ്ഥലമാറ്റവും പ്രതീക്ഷിക്കാം. ധനുക്കൂറ്: മൂലം, പൂരാടം, ഉത്രാടംകാല നക്ഷത്രങ്ങൾ. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി ധനം സമ്പാദിക്കും. തൊഴിൽ രംഗത്ത് മികവ് പുലർത്തും. മികച്ച സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും. പുതുതായി ഭൂമി വാങ്ങുവാനും വാഹനം വാങ്ങുവാനും സാധ്യതയുണ്ട്. മകരക്കൂർ നക്ഷത്രങ്ങൾ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര. കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിട്ട് വരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. കടബാധികൾ തീർക്കാൻ ശ്രമിക്കും. സന്താനങ്ങൾക്കും പൊതുവെ അനുകൂല സമയമാണിത്. കുംഭക്കൂറ്: അവിട്ടമര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് നിന്ന് സാമാന്യം ധനം ലഭിക്കും. ഗൃഹനിർമ്മാണം പൂർത്തിയാകും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കും. അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കാനും ഈ ആഴ്ചയിൽ ഇവർക്ക് യോഗമുണ്ട്. മീനക്കൂറ്: പൂരുരുട്ടാതി കാല, ഉത്രട്ടാതി, രേവതി. പിതൃസ്വത്ത്, ഭാര്യ വീട്ടിൽ നിന്ന് ധനം ഇവയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തുള്ള സുഹൃത്തുക്കൾ വീട്ടിലെത്തും. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. ബന്ധുജനങ്ങൾ സഹായിക്കും. ആരോഗ്യം തൃപ്തികരമാണ്. അപ്പൊ ഇത് പൊതുഫലം മാത്രമാണ്. ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ചും ജന്മസമയം അനുസരിച്ചും ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.